എന്തായാലും ആദ്യം ഇവിടെ തന്നെ ആയിരിക്കും. ആദ്യയുടെ കൂടെ ഞാനും ഇവിടെ നിന്നോളാം. നിങ്ങളൊക്കെ വീട്ടിലേക്ക് പൊക്കോ. ഞാനും നിക്കാം. അച്ഛാ, എന്നാ നമുക്ക് വീട്ടിലേക്ക് പോയാലോ? രാജ, അതെ, നീ പോയി ഡോക്ടറെ ഒന്ന് കാണും. ഇവനെ എപ്പോഴാ ഡിസ്ചാർജ് ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. വിഷം തീണ്ടിയതല്ലേ മുത്തശ്ശ, ഡിസ്ചാർജ് ആവാൻ ഏതായാലും 2 ദിവസം എടുക്കും. അതെ, പേഷ്യന്റിന് വീട്ടിൽ പോകാം കേട്ടോ. ഓഹോ, പിന്നൊരു കാര്യം, ഇന്ന് രാത്രി പേഷ്യന്റ് ഉറങ്ങാതെ നോക്കണം. ആ ശരി ശരി. ആശ്വാസമായി. ആൽത്തറ ഭഗവതി കാത്തു. നാളത്തെ ചടങ്ങുകൾക്ക് ദൈവം ഒരു തടസ്സവും ഉണ്ടാക്കിയില്ലല്ലോ. രാജ, ഓ, എന്നാ നമുക്കിറങ്ങാം. സുമിത്രേ, വാ നമുക്കിറങ്ങാം. ഈ മുത്തശ്ശനെന്താ ഇത്ര വാശി? ആദി പ്ലീസ്, നീ ഒന്ന് കാമാവ്. ഇല്ല വരതാൻറ്റി, ഇത് സഹിക്കാവുന്നതിലപ്പുറം. മുത്തശ്ശന്റെ വാശി കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ കല്യാണം ഞാൻ നടത്തിക്കില്ല. അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും. ഇനി ചാകേണ്ടി വന്ന അതും ഞാൻ ചെയ്യും. ആദി വേണ്ട, എന്റെ കല്യാണത്തിന്റെ പേരിൽ ഇനി ആരും ഒന്നും ചെയ്യണ്ട. ചേച്ചി, മോളെ, ഇനി എന്ത് വേണോന്ന് എനിക്കറിയാം.